ഇപ്പോൾ എത്തുന്ന വാർത്ത മണിപ്പൂരിൽ വീണ്ടും സംഘർഷം എന്നുള്ളതാണ്. ബിഷ്ണുപൂരിലെ കുംബിയിൽ വെടിവയ്പിൽ 3 മരണവും ഉണ്ടായിരിക്കുന്നു. വിവരങ്ങളുമായി അനുഷ ചേരുന്നു. അനുഷ, 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. കലാപം വീണ്ടും കൂടുതൽ സംഘർഷം വീണ്ടും കൂടുതൽ മൂർച്ഛിക്കുകയാണോ? ഫിജി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മണിപ്പൂരിലെ ഇംഫാലിൽ 144 നിരോധനാജ്ഞയെല്ലാം പിൻവലിച്ചിരുന്നു. പശ്ചിമ ഇംഫാലിൽ ഇതെല്ലാം പിൻവലിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മണിപ്പൂരിൽ നിന്നും ഒരു സംഘർഷ വാർത്ത പുറത്തു വരുന്നത്. മണിപ്പൂരിലെ ബിഷ്ണുപൂരിലാണ്, കുംഭിയിലാണ് 3 പേർ വെടിയേറ്റ് മരിച്ചത്. ഈ 3 പേരും മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ്. ബിഷ്ണുപൂർ കൂടുതലും മെയ്തി വിഭാഗങ്ങൾ അധിവസിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ ഇവിടെയാണ് ഈ മെയ്തി വിഭാഗക്കാരുടെ ക്യാമ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടേക്കായിരുന്നു രാഹുൽ ഗാന്ധി സന്ദർശനത്തിന് എത്തിയിരുന്നത്. ഈ പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെടിവയ്പുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് ഒരു സംഘം അത്യാധുനിക തോക്കുകളുമായി തോക്കുകളുമായി എത്തിയ ഒരു സംഘം ഈ മെയ്തൈ വിഭാഗക്കാർക്കെതിരെ വെടിവെച്ചത്. ഈ മെയ്തൈ ക്യാമ്പിന് കാവൽ നിൽക്കുന്നവരായിരുന്നു ഈ 3 പേർ എന്നാണ് അറിയുന്നത്. ഇവർ വെടിവെച്ച് പോവുകയും ഒപ്പം തന്നെ വളർത്തുമൃഗങ്ങളെ അടക്കം വെടിവെക്കുകയും മറ്റു വളർത്തുമൃഗങ്ങളെ അപഹരിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ മണിപ്പൂർ വീണ്ടും കലാപഭരിതമായിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ഇനി തീർച്ചയായും മെയ്തൈ വിഭാഗം തിരിച്ചടിക്കാനുള്ള ശ്രമവും നടത്തും. കാരണം കുക്കി വിഭാഗക്കാരാണോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഈ വെടിവയ്പിൽ മരിച്ച 3 പേരും മെയ്തൈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് രാഹുൽ ഗാന്ധി അടക്കം എത്തിയിരുന്നത്. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പലരും മറ്റ് സാധനങ്ങളും ഇവർക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കളും എല്ലാമായി ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിനോടടുത്ത മേഖലയിൽ ഇങ്ങനെ വെടിവയ്പുണ്ടായത്. അതും ഒട്ടും സുരക്ഷിതമല്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും എന്ന രീതിയിലാണ് മണിപ്പൂരിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഫിജി, ശരി അനുഷ, മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നു. ബിഷ്ണുപൂരിലെ കുംഭിയിൽ വെടിവയ്പിൽ 3 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് മണിപ്പൂരിൽ നിന്ന് ഏറ്റവും ഒടുവിലായി എത്തുന്നത്.